and welcome to Comedy Master. Hello. Ramanian teams. Yes. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? അവിടുത്തെ വിശേഷം എന്തൊക്കെയാ? ഇവിടെ തന്നെ നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാം. നാട്ടിൽ എന്തുണ്ട് വിശേഷം? നാട്ടിൽ മഴയുണ്ട്. മഴയുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല. അതിനെപ്പറ്റി പറയുമ്പോഴാണ് നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ പറയല്ലോ ഇന്ന ആൾ കൊള്ളാം, ഇന്ന ആൾക്ക് ഒരു പ്രത്യേക ക്യാരക്ടർ, ഇന്ന ആളുടെ കോണ്ടന്റ് കൊള്ളാം എന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ ബാക്ക് എടുക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണും ഒരു പ്രത്യേക തരം കഥാപാത്രമായിട്ട് ത്രൂ ഔട്ട് നടക്കുന്ന ഒരു വ്യക്തി. ഇന്ന ആളെ പറ്റി നമ്മൾ അത് പുള്ളിക്കാരനൊരു ഭയങ്കര പരിചയം, ആ നാട്ടിൽ പുള്ളിക്കാരൻ ഫേമസ് ആയിരിക്കും. അതാ സ്വഭാവം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു റൊട്ടീൻ വെച്ചിട്ടോ അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങളെ പറ്റി ഒന്ന് കേട്ടാ കൊള്ളാം എന്നുണ്ട്. എനിക്ക് പറ്റിയതല്ലേ, വേറൊരു ആക്ടറിന് പറ്റിയതാണ്. അങ്ങനെ വെച്ചോ പുള്ളി അല്ലേ പോട്ട് എന്റെ ഒരു കൂട്ടുകാരൻ പറയുമ്പോ എന്റെ പറയാൻ പറ്റുമോ? അതുകൊണ്ടാ എന്റെ ഒരു കൂട്ടുകാരൻ. അപ്പൊ പുള്ളി ആ ഇടയ്ക്ക് നമ്മളോട് സ്ഥിരം ഈ ഷൂട്ട് കാണാനും അതിനൊക്കെ വരും. അപ്പം അങ്ങനെ വന്നിട്ട് ഒരു ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയിൽ ജസ്റ്റ് ഇവൻ വന്നപ്പോൾ മുമ്പങ്ങാണ്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ വന്ന സമയത്ത് ഇതിനെന്തൊരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആൾ കാണുമല്ലോ, അപ്പൊ ഇവനെ വിളിച്ചു. ഇവൻ വന്നിട്ട് ആളെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവ അങ്ങ് അഭിനയിച്ചു. ഇവ എന്നിട്ട് എപ്പോഴും ചോദിക്കും ഇതെന്ന് ടെലികാസ്റ്റ് പറഞ്ഞാ, ഇതെന്ന് വരും, ഇത് ടി വിയിലെന്ന് വരും. അപ്പൊ നമ്മൾ പറഞ്ഞ ഇന്ന ദിവസം വൈകുന്നേരം ഇങ്ങനെ ഒരു സമയത്തിനാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം ഞാൻ ഈ ഡേറ്റൊക്കെ മറന്നുപോയി, എനിക്ക് അറിയത്തൊന്നുമില്ല. അങ്ങനെ ഇവൻ ആർട്ടിസ്റ്റ് അല്ലേ, ഇവന്റെ പ്രൊഫഷനെ അതല്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വീടിൻ്റെ അവിടെ എപ്പോഴും നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടല്ലേ നിൽക്കൂ. അങ്ങനെ നിന്നപ്പം എവിടാ ഞാൻ പറഞ്ഞ് വീടിൻ്റെ അവിടേക്കത് അതിരുപാടോട്ടാ ഞാൻ പറഞ്ഞ വൈകുന്നേരം ഇറങ്ങുള്ളൂ, ഇങ്ങോട്ട് ചുമ്മാ നിൽക്കല്ലേ. അപ്പത്തെ പക്ഷേ ഞാൻ പാൻറ് എടുത്തിട്ടു, അല്ലെങ്കിൽ സാറിന് ഇടൂല. പാൻറ്റൊക്കെ ഇട്ട് നെടുമങ്ങാട് സ്ഥലം പറഞ്ഞല്ലേ, നെടുമങ്ങാട് എത്തും. ഞാൻ വന്നിട്ട് അവന്റെ 2 വീലർ കൊണ്ടുവന്ന് ഞാൻ അവന്റെ വണ്ടി കയറി നേരെ വണ്ടി പോയി. ഞാൻ വെച്ചാൽ എവിടെ പോണത്? നേരെ പോയി ഞാൻ ചെന്നപ്പോ വേറൊരു കാറിന്റെ അടുത്ത് കൊണ്ട് നിർത്തി. കാറിന്റെ അടുത്ത് കൊണ്ടിപ്പോ കാറിനകത്ത് ഇവന്റെ ഫാമിലിയിൽ ആരൊക്കെ ഇരിപ്പുണ്ട്, ഇവരെല്ലാരും പരിചയപ്പെടുത്തണ്. ഞാൻ പിന്നെ എവിടെ പോണേ? പെണ്ണ് കാണാൻ. എനിക്ക് പെണ്ണാണ് ഞാൻ പറഞ്ഞൊന്നുമില്ല, ഞാൻ ജീവിതത്തിൽ പെണ്ണെടുത്ത് ഒന്ന് വാടക കൂടെ നീ പെണ്ണ് കാണാൻ വന്ന നിനക്ക് ഒന്ന് കുഴപ്പം കയറ്റി. അങ്ങനെ വീണ്ടും വണ്ടി യാത്ര ചെയ്തെങ്കിൽ അപ്പോഴാണ് ഞാൻ ദൈവമേ പാൻറ് എടുത്തിട്ടല്ലോ. നേരെ കൊണ്ടൊരു വീട്ടിൽ കൊണ്ട് നിർത്തി ഇറക്കി ചെന്ന് കയറി. അപ്പൊ എല്ലാവരും കൊണ്ടിരുത്തി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊന്നും നോക്കുന്നുണ്ട്. അപ്പം എന്നെ അറിയാമല്ലോ ടി വിയിൽ കണ്ടിട്ട്. അപ്പൊ എന്നെ നോക്കിയിട്ട് ഞാൻ അപ്പൊ മറ്റേ പുള്ളി അറിയില്ലേ, പിന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നു ഇവൻ പയ്യൻ എന്ത് ചെയ്യുന്നു? ഉടനെ ഇവന്റെ ബന്ധു സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. അതല്ലേ പുള്ളി കൂടെ വന്നത്. ഞാൻ എന്തത് ഞാൻ എനിക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ ലഡു വായിലിരിക്കല്ല അതും വെച്ച് എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി ഇന്ന് വൈകുന്നേരം അവന്റെ പരിപാടി ഉണ്ട് ടി വിയിൽ, ഇത്ര സമയത്ത് കാണുന്നു, അന്നാണ് ടെലികാസ്റ്റ്. ആർട്ടിസ്റ്റ് പറഞ്ഞ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞു. ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നു. അതെന്റെ കൂട്ടുകാരനാണ്. വളരെ അടുത്ത ബന്ധം, കൂട്ടുകാരനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ശ്രീവിദ്യ. കാസർഗോഡൊക്കെ ഇതുപോലെ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലയോ? ഇതുപോലെ എനിക്ക് പണി കിട്ടിയ ഒരു പണിയുണ്ട്. എൻ്റെ ഒരു അനിയനുണ്ട്. അനിയൻ എന്ന് വെച്ചാൽ അച്ഛൻ്റെ മൂത്ത ഏട്ടൻ്റെ മോന. നമ്മൾ അച്ഛൻ്റെ ഫാമിലി മൊത്തം അടുത്തടുത്ത് വീട് വെച്ചിട്ട് മൊത്തം കുടുംബക്കാരാ. ഇവൻ നല്ല പ്രായ വ്യത്യാസം ഉണ്ട്. ഇപ്പോൾ നമുക്ക് കുഞ്ഞാണ്, പക്ഷെ ഇവന്റെ വിചാരം ഇവൻ വലിയ സംഭവമാണ്. ഉണ്ണീന്നാണ് പേര് വിളിക്കണൊക്കെ, ഉണ്ണീന്നാ. ഭയങ്കര ഇതാണ്. അതായത് ഇവരാരും അങ്ങോട്ട് വഴക്ക് പറയുന്നതൊന്നും ഇഷ്ടമല്ല. എന്നെ പേരെ വിളിക്കുക, എന്നെ ചിന്നു എന്നാ വിളിക്കുക. അപ്പൊ അതിലെനിക്ക് കുറെ വിയോജിപ്പൊക്കെ ഉണ്ട്. വീട്ടില് ഞങ്ങൾക്ക് കൃഷിയുണ്ട് അത്യാവശ്യം. അപ്പൊ കുരുമുളക് നമ്മൾ തെങ്ങിന്റെ മുറ്റത്തൊക്കെ കുരുമുളക് തെങ്ങിലൊക്കെ ആക്കും. അപ്പം ഈ കുരുമുളക് പറിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തേങ്ങ ഇടാനൊക്കെ ആൾക്കാർ വരും. ഈ കുരുമുളക് നമ്മൾ വേണം പറിക്കാൻ. അപ്പൊ വീട്ടിൽ നിന്ന് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നോട് തെങ്ങ് കയറി പറിക്കാൻ പറയും, ഏണി വെച്ചിട്ട് തെങ്ങ് കയറി പറിക്കാൻ പറയും. അപ്പൊ അമ്മ പറ്റൂല, ഞാൻ സിനിമയിലൊക്കെ ഉള്ളതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചവിട്ടി നട്ടിൽ ഓടിക്കും. അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇവൻ ആദ്യം കയറി പറിച്ച്. അപ്പൊ അമ്മ പറഞ്ഞു ഓൻ കുറെ നേരമായി, അടുത്ത് നീ കയറിന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ ഈ ചേച്ചിയുടെ ഒരു ഇത് കാണിക്കണം. അപ്പൊ ഞാൻ ഇവനെ കുറെ ചീത്തൊക്കെ പറഞ്ഞു. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇവനെ കുറെ ചീത്തൊക്കെ പറഞ്ഞു. അതായത് എനിക്കൊരു ചേച്ചിയുടെ ഇത് കാണിക്കണമല്ലോ. എന്നിട്ട് ഇവൻ അങ്ങ് ഭയങ്കര ഹേർട്ട് ചെയ്തു. ഇവന്റെ ഈഗോ ഹേർട്ട് ചെയ്ത് ഇവൻ താഴെ ഇറങ്ങി. അപ്പം കുരുമുളക് ഇറക്കുമ്പോൾ ഒരു ചുരിദാർ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കീറിയ ചുരിദാറൊക്കെ അല്ലേ ഇടാം. അത് കുരുമുളകിന്റെ കറയാവും. കയറി ഞാൻ ഇവനെ, അതായത് എല്ലാരെയും ഭരിച്ചോണ്ടൊക്കെ, അനീത്തിയുണ്ട്, കസിനൊക്കെ നിപ്പുണ്ട്. കുരുമുളക് കുറച്ചുകൊണ്ടൊക്കെ റോട്ടിൽ കൂടെ 2 ചെക്കന്മാര് വരിക. 2 വണ്ടിയിലായിട്ട് 4 ചെക്കന്മാര് വരിക. ചെക്കന്മാര് വന്ന് മുറ്റത്ത് നിർത്തി. എനിക്ക് ഇവര് പറയുന്ന എല്ലാം കേൾക്കാം, ഞാൻ മുകളില. എന്നെ ഇവര് കാണത്തില്ല, ഇങ്ങനെ നോക്കിയാലേ കാണുള്ളൂ. എന്നിട്ട് ഇവര് വന്നിട്ട് പറഞ്ഞപ്പോ ആരാന്ന് ചോദിച്ച് ഇവനാ ചോദിക്കണേ. ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞ ശ്രീവിദ്യ ചേച്ചിനെ കാണാൻ വന്നതാ, ഭയങ്കര ഇഷ്ടമാ.
പിന്നെ ചേച്ചി വന്നിട്ടുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറി കണ്ടിരുന്നു. എന്നെ എന്റെ അമ്മ പോലും കണ്ടാ തിരിച്ചറിയില്ല. ഇവിടെ മുടിയെല്ലാം കെട്ടി അങ്ങനത്തെ ഒരു കോലത്തിലായിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഞാൻ ഇവന്റെ അടുത്ത് ഉണ്ടല്ലേ എന്നിങ്ങനെ പറഞ്ഞ്, ഇവനാണെങ്കിൽ കരഞ്ഞിട്ടൊക്കെ നിൽക്കുക എൻ്റെ അടുത്ത് ദേഷ്യം കൊണ്ട്. എന്നിട്ട് അപ്പൊ ഇവൻ പറഞ്ഞു പുറത്ത് പോയിട്ടുണ്ട്, ഇപ്പൊ വരും, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഇവര്. ഞാൻ ഇങ്ങനെ നിൽക്കുക. അതും മറ്റേ നമ്മുടെ മുളയുടെ ഏണിയുണ്ട്, ബാലൻസ് കിട്ടൂല, നമ്മളിങ്ങനെ അള്ളി പിടിച്ചിരിക്കണം. ഞാൻ ഇങ്ങനെ ഇരിക്കുക കീറി ചെറുതാറും കൊണ്ട്. ഞാൻ എന്നിട്ട് ഇവനോടത്ത് മിണ്ടല്ലേ മിണ്ടല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവൻ ആലോചിക്കട്ടെ, അതായത് എന്നിട്ട് ഇവൻ ഇരിക്കും, പതിയെ പോയാൽ പോരെ, ദൂരത്തു നിന്നൊക്കെ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി. അമ്മ വന്നിട്ട് ചോദിച്ച് ആരാന്നൊക്കെ ചോദിച്ച് ചിന്നു അപ്പുറത്ത് പോയിക്കാന്ന് പറഞ്ഞ് ഉണ്ണി പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അതെ അങ്ങനെ ഇപ്പൊ വരിയിരിക്കും, ഞാൻ ചായ എടുക്കട്ടെ എന്ന്. എന്നിട്ട് അമ്മ ചായ ഇട്ട് ഇവര് ചായ കുടിച്ച് ഞാൻ അള്ളി പറ്റിയിരുന്നു അവിടെ. എനിക്കാണെങ്കിൽ നാണക്കേടല്ലേ, ചുരിദാർ അടക്കം കീറിയിട്ടുണ്ട്. അവസാനം ഇവരെന്നാ പിന്നെ ഇനി എന്നിട്ട് ഇവർ ഞാനല്ല ഞങ്ങൾ എന്നാ വേറെ ദിവസം വരാം, അടുത്ത പ്രാവശ്യം വരാൻ. എന്നിട്ട് ഇറങ്ങുമ്പോ ഇവൻ പറഞ്ഞു അതെ ചേച്ചിത് അവിടെ നിക്കണു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി മുളയെന്നൊക്കെ ഇറങ്ങി. അതിനുശേഷം ഞാൻ അവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ നമ്മളൊരു ചേട്ടൻ പ്രായമുള്ള ആളാണ്. ഈ പണ്ട് പട്ടച്ചാരയുള്ള സമയത്ത് ആടിച്ച് പിറ്റായി ശനിയാഴ്ച രാത്രി ആൾക്കാരെ റോട്ടിൽ ബഹളം, വെള്ളം അടിച്ചു പറഞ്ഞവരും പോണവരും പഴക്ക് പറഞ്ഞ് ഭയങ്കര ഭരണം, ഭയങ്കര ഇതായിട്ട് അന്ന് റോഡ് ടാറിങ് നടക്കുകയായിരുന്നു. ഇന്നാണ് ടാറ് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് തട്ടുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് മതിലിന്റെ സൈഡില് വലിയ ഷീറ്റ് ഇട്ട് കല്ല് വെച്ചിട്ടാണ് ടാറ് ചൂടാക്കുന്നത്. അപ്പൊ ആടിച്ച് ശനിയാഴ്ച രാത്രി ആടിച്ച് എല്ലാരും വഴി പോണവരും എല്ലാരും വഴക്ക് പറഞ്ഞിട്ട് ക്ഷീണം കൊണ്ട് ചെന്ന് ഈ ഉരുക്കിയ ടാറിലും കിടന്നു. ല്ല ഉരുക്കിയ ടാറിൽ കയറി ഇങ്ങനെ ഇരുന്നു. ചൂടല്ലേ, വൈകുന്നേരം തണുക്കും. ഇത് എത്ര മണിക്കാണ് കിടക്കണെന്ന് പറഞ്ഞൂടെ? ഈ പിറ്റൊക്കെ കഴിഞ്ഞിട്ട് രാത്രി 2:30-3 മണി സമയത്ത് വന്ന് മഞ്ഞടിച്ച് തണുത്ത്, പക്ഷെ ടാറ് മേൽഭാഗം മാത്രം സെറ്റായി കിടക്കും, അടിയിലോട്ട് ഒരു ഇങ്ങനെ കിടന്ന് അങ്ങ് ഉറങ്ങി. അല്ലേ 8:30-9 മണിയായപ്പോ കണ്ണ് തുറന്ന് എണീക്കാൻ പറ്റില്ല. ഒട്ടിയിരിക്കണം. ഞായറാഴ്ച പിറ്റേന്ന് ഞായറാഴ്ചയാണ് നമ്മള് പള്ളിയിൽ പോയി പോയിക്കണം. ഇന്നലെ എന്തായിരുന്നു അതൊക്കെ. നിനക്ക് വേറെ കേന്ദ്രമോ? ലാസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ഉൾപ്പെടെ 12 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് തുടച്ചാനെടുത്തു. ആ സത്യമാണ് നടന്ന സംഭവണത്. ആ ചേട്ടൻ ഇരിക്കട്ടെ, ഇവിടുത്തെ നല്ല കൈ. അയ്യോ ആണോ? ഓക്കെ ഓക്കെ ശരി. ഡയാനയുടെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇത് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് തന്നെയാണ്. അപ്പൊ അവള് ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ മേ ബി സ്ട്രെസ്സോ ടെൻഷനോ കൊണ്ടായിരിക്കും ഇടയ്ക്ക് ചെറുതായിട്ട് കിളി പോകും, റിലേ പോകാറൊക്കെ ഉണ്ട്. ആരായി പറയണേ? എന്നെ പോലെ തന്നെ സ്പോർട്സിലുണ്ടായിരുന്നു സ്കൂളില്, അത്ലറ്റിക് ആണ് ആള്. സ്കൂളിലെ റിലേ ടീമിലെ മെമ്പർ ആയിരുന്നു. അപ്പൊ ഒരു സ്റ്റേറ്റ് മീറ്റില് നമ്മുടെ സ്കൂൾ തോറ്റുപോയി. എന്തെന്നറിയോ? ഇവള് ഓടിച്ചെന്ന് ബാറ്റിംഗ് കൊടുത്തത് ഓപ്പോസിറ്റ് ടീമിലെ കൊച്ചിന്റെ കയ്യിൽ. ഇവള് അങ്ങനെയാണ്. അങ്ങനെ കുറെ കഥകൾ. ഇനി നമുക്കേ അങ്ങ് ധാരാവി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മുംബൈയിലാണോ തൃശ്ശൂരാണോ കോഴിക്കോടാണോ എവിടെയാ ഇനിയുള്ള കഥകൾ എന്നുള്ള കേൾക്കാം. യെസ്, ഓവർ ടു യു. അല്ല, കുട്ടിക്കാലത്ത് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഓർത്ത് ഒരാളുടെ പറ്റി പറയാന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ ഇലഹാബാദിൽ ഉണ്ടാവുമ്പോ മീൻസ് UP-ല് ഉണ്ടാവുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പാൽക്കാരൻ വരാറുണ്ടായിരുന്നു രാവിലെ 6. അല്ല പയ്യനല്ല, അങ്കിൾ തന്നെ. പക്ഷെ മൂപ്പര് എപ്പോഴും ഇപ്പൊ ഞാൻ എപ്പോഴും അച്ഛനോ അല്ലാതെ അമ്മ പാല് എടുക്കുന്ന സമയത്ത് ഞാൻ അവരെ കൂടെ പോകും. അപ്പൊ നമ്മൾ അവിടെ 7-8 വർഷം ഉണ്ടായിരുന്നു. 2-3 വർഷം കഴിഞ്ഞപ്പോ ഇയാൾ എന്റെ അച്ഛനോട് ചോദിച്ചു, ഒറ്റ കുട്ടിയേ ഉള്ളൂ? അപ്പോ അച്ഛൻ പിന്നെ നന്നായി നടക്കണ്ടാവില്ലേ അല്ലേ ഒന്നും. അപ്പൊ അച്ഛമ്മനെ അപ്പൊ ആള് പറയാണ്, ഒറ്റ കുട്ടിയിലൊന്നും നിർത്തരുത്, ഒരു 10-12 കുട്ടികളുണ്ടാവണം. ഇതാണ് പ്രായം. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഇമേജ് അബൌട്ട് ദാറ്റ്. എനിക്ക് ആ അങ്കിളിനെ കാണുമ്പോൾ ഞാൻ അപ്പോൾ കരയാൻ തുടങ്ങും. ബിക്കോസ് ഇയാൾ എല്ലാ ദിവസവും എൻ്റെ അച്ഛനോട് നല്ല ഫ്രഷ് പാലാണ്ടാവുക. അച്ഛനെ കൊടുക്കുമ്പോ ഇയാള് പറയും, ഒന്നും നടക്കണില്ല അല്ലേ
ഒറ്റ കുട്ടിയുള്ളൂ അല്ലേ? ഇനിയും കുട്ടികൾ എന്റെ നോക്കൂ 6 കുട്ടികളുണ്ട്. ട്രോമ ഭയങ്കര ട്രോമ. ഇങ്ങനത്തൊക്കെയാണ് എനിക്ക് ഓർമ്മ ഉള്ളത്. വേണ്ട നമുക്ക് ആലോചിക്കണ്ട നല്ല ബെസ്റ്റ് ഓർമ്മ ചോദിക്കുമ്പോ തന്നെ പറയാൻ പറ്റിയ നടക്കണതുണ്ടാവില്ലേ? കൊള്ളാം. അപ്പൊ എന്തായാലും നല്ല കഥകളൊക്കെ നമ്മൾ കേട്ടു. നമ്മൾ നല്ല സ്റ്റോറി പറയണമെന്നല്ല, സത്യം സ്റ്റോറിയാ പറയുന്നത്. അപ്പൊ ഞാൻ സത്യ സ്റ്റോറിയാണ്, നോബി സത്യ സ്റ്റോറി. ഇത് ഫുള്ള് ഊടായ്പ സ്റ്റോറീസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവന്റെ സ്വന്തം ഓട്ടോബയോഗ്രാഫിയാണ് ഇവൻ എപ്പോഴും പറയുന്നത്. പിന്നെ ഞാൻ ചെയ്തെന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഒരു ദിവസം പറയണു, ഇങ്ങനെ പറയുന്നു. ഞാൻ ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വെച്ച് പറയാണ്, ചങ്കുറപ്പോടെ ഒരു കാര്യം ഞാൻ പറയാനുള്ള ഒരു അവസരം തരാൻ പോവാണ്. ചങ്കുറപ്പോട് എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. അടുത്ത സ്കിറ്റിന്റെ ചങ്കുറപ്പോട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്യൂബിന്റെ കാലമാണ്, ബ്ലോഗേഴ്സിന്റെ കാലമാണ്. അതെ. അത് പലതരം ബ്ലോഗേഴ്സ് ഉണ്ട്. അതെ. അങ്ങനെ യൂട്യൂബ് ചാനലിനെ തട്ടി നടക്കാൻ വയ്യ. അങ്ങനെ ഇടയ്ക്ക് വ്യത്യസ്തനായ ഒരു ബ്ലോഗർ, ആ വരുന്ന ബ്ലോഗർ ആരെന്നറിയോ? മിസ്റ്റർ ഉല്ലാസ് പന്തളം. ഉല്ലാസ് വരാൻ പോകും. ഷെയർ, കമന്റ്, ബെൽ ബട്ടണും കൂടെ അടിക്കണം. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ടു കരയും വെള്ളം അടിക്കാണ വാണ. ഉപ്പിയുണ്ടോ? ഇല്ല, ഉപ്പില്ല. ഷെയറിടാൻ പൈസ ഉണ്ടോ? അതുമില്ല. എന്തുണ്ട് സ്വന്തമായിട്ട്? ആസ്വദിച്ചാറ്. നീ ചാടി ചാവണേണ്ടല്ലോ, എന്തിനാ കരയണ? പല പണിക്കും പോടാ. അണ്ണാ, എനിക്കൊരു പ്രേമം ഉണ്ടെന്നാ. ഏത് പ്രേമം? അതെന്റെ സുരേഷിന്റെ അടുത്ത് പറയാൻ എനിക്ക് പേടിയാവും. ആടെ സുരേഷ് ആര്? അണ്ണാ, ഞാൻ ഒരു ദിവസം വിശന്ന് വലഞ്ഞ് ബസ് സ്റ്റാൻഡിൽ ഒന്ന് കിടന്നെണ്ണ. അപ്പൊ എന്റെ പുറത്തൊരു കൈ, എന്റെ സുരേഷ് ചേട്ടൻ. സുരേഷന്റെ അടുത്ത് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായിരുന്നു. സുരേഷൻ എനിക്ക് ആഹാരം മേടിച്ചു തന്നു, എന്നെ വീട്ടിൽ കൊണ്ടുപോയി, എനിക്ക് സകല സൗകര്യം ഒരുക്കി തന്നു, ആഹാരം തന്നു, വീട്ടിനടുത്ത് കിടക്കാൻ ഒരു ഷെഡ് കെട്ടി തന്നു. ആ സുരേഷിന്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയും എനിക്ക് പ്രേമം ഉണ്ടെന്ന്? എന്തിനാ ഇങ്ങനെ പേടിക്കണ? അതെനിക്ക് പേടിയാണ്. ഞാൻ നിന്റെ കല്യാണം നടത്തരുത്. സുരേഷിന്റെ അടുത്ത് പറയാൻ എനിക്ക് പേടിയാണ്. ഞാൻ നടത്തി തരും, നീ ഇന്നോട് പറയാൻ. വേണ്ട, സുരേഷിന്റെ അടുത്ത് പറയാൻ പേടിയാണ്. എന്താ പേടിക്കണ? ഈ സുരേഷന്റെ ഭാര്യയായിട്ടാണ് ഞാൻ പ്രേമം. സുരേഷന്റെ ഭാര്യ അന്നം തന്ന വീട്ടിൽ തന്നെ അട്ടറേറെ കഴിവ് ഇടണം കേട്ടോ. പറയല്ലേ? വിളിക്കാൻ വന്നാണ് ചേച്ചി. ഞാൻ മാറിത്തരാം, കുളിച്ചു അങ്ങോട്ട് മാറിയിരുന്നു. മനുഷ്യ ഇവിടെ പ്രാന്ത് കയറി നിൽക്കുമ്പോ നിന്റെ ഒരു അളിഞ്ഞ വർത്താൻ എഴിച്ചു പോടാ. എന്തോന്ന് ഇത്? എന്തൊരു വേഷം ചേച്ചി? കാലിലെന്തോന്ന് ചുമയുടെ സിറപ്പാ കുത്തിക്കറി? എന്തോ ചേച്ചി വിഷയം? എന്റെ കെട്ടിയനെ കൊണ്ട് ഒരു സ്വൈര്യക്കേടാ. എന്തോന്ന്? എടാ, അങ്ങേർക്ക് ചെറുപ്പം കാലം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വലിയൊരു പൈലറ്റ് ആവണമെന്ന്. അത് കഴിഞ്ഞ് അങ്ങേര് വിചാരിച്ച് ഡോക്ടർ ആവണമെന്ന്. അത് കഴിഞ്ഞ് അങ്ങേര് വിചാരിച്ച് എഞ്ചിനീയർ ആവണമെന്ന്. സത്യത്തിൽ ഇപ്പൊ പുള്ളി എന്തോ ആയി. അത് അങ്ങോട്ട് നോക്കിപ്പോ കാണാം. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പണിയില്ലാത്തവർക്ക് പറ്റിയ പണി. ഹലോ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് പ്ലാത്താങ്കര കായലിന്റെ സൈഡിലാണ്. പ്ലാത്താങ്കര കായലിന്റെ സൈഡിൽ വരാനൊരു കാരണമുണ്ട്. കടൽ മീനിനേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും രുചികരമായ മത്സ്യവിഭവങ്ങളുള്ളത് കായലിലാണ്. ഇന്ന് കായലിലെ മീനെ പിടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു രസകരമായ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് മീൻ പിടിക്കാൻ അത്ര ആഗ്രഹമാണെങ്കിലേ നിങ്ങൾ ആ കടൽ മച്ചാനെ പോലെ വല്ല കടലിലും പോയി പിടിക്കും, 10 പൈസയെങ്കിലും ഉണ്ടാക്കാം. എടി ബുദ്ധൂസ, ഇതൊക്കെ ആൾക്കാർ കണ്ടു മടുത്തതല്ലേ? അത് തന്നെയല്ല, കായൽ മത്സ്യത്തിന്റെ ഗുണഗണങ്ങൾ ഇവർക്കറിയാമോ? അത് നാട്ടുകാർക്കറിയാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ കടൽ മച്ചാന്റെ ഫാൻസ് എല്ലാം നമ്മുടെ ചാനലിലേക്ക് ഒഴുകിയെത്തും. അല്ല, അതൊക്കെ അവിടെ നിക്കട്ടെ. യൂട്യൂബ് ചാനലിന് നിങ്ങൾ പേരിട്ടിട്ടുണ്ടോ? ഹലോ ഗൈസ്, നമ്മുടെ ചാനലിന്റെ പേരാണ് കായൽ മച്ചാൻ. പോകാം വീഡിയോയിലേക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്തുവാണ് പ്രയോജനം ചേട്ടാ? നമുക്ക് എന്തോ പ്രയോജനം? എടി ബുദ്ധൂസേ, നിനക്ക് ബുദ്ധിയില്ലേ? ഇപ്പൊ ഇതല്ലേ ട്രെൻഡ്. ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്ക് കാശ് വന്നു തുടങ്ങില്ലേ? അപ്പൊ അടുത്തത് ഇടും, അങ്ങനെ വീണ്ടും ഇടും,
അടുത്തത് അടുത്തത് അങ്ങനെ 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 പോകും. കാശ് വന്നു കുമിഞ്ഞ കൂടും. പിന്നെ ചേട്ടാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കേ എന്റെ അടുക്കളയിൽ പോയിട്ട് ഞാൻ പാചകം ചെയ്യുന്ന ഒരു വീഡിയോ എടുത്താൽ കിട്ടാ പോരെ? എടി ഞാൻ വയറിളകുന്നത് പോരെ, അതോ നാട്ടുകാരെ കൂടെ വയറിളക്കുന്നത്? അങ്ങനെ ആവർത്തനം നിങ്ങൾ പറയരുത്. ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കി തന്നത് വെട്ടി കയറ്റിയല്ല അങ്ങ്. ദോഷം പറയല്ലോ. രാവിലെ ഇവിടെ എനിക്കൊരു കഞ്ഞി ഉണ്ടാക്കി തന്നു, സൂപ്പറായിരുന്നു. അല്പം ഉപ്പിന്റെ കുറപ്പേ ഉള്ളായിരുന്നു, പക്ഷെ കഞ്ഞി സൂപ്പറായിരുന്നു. അയ്യോ അത് കഞ്ഞിയല്ല, അത് പാൽപ്പായസമായിരുന്നു. ഇവളാണ് പറയുന്നത് പാചകത്തിന്റെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാവുന്ന. കൊള്ളാം കൊള്ളാം കൊള്ളാം. അതെ എനിക്ക് ഒരു വീഡിയോ എടുത്ത് തരാമോ? വീഡിയോ ഒക്കെ എടുത്തു തരാം. എനിക്കൊരു പൈന്റ് മേടിച്ചു തരണം. അയ്യോ പൈന്റ് അവന്റെ പോടാ. എന്താടി എന്താ അവൻ ഇത്രയും പൈസ ഉണ്ടാക്കി തരുമ്പോ അവൻ നമുക്കൊരു പൈന്റ് മേടിച്ചു കൊടുക്കുന്നത് എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? നിനക്ക് ഞാൻ പൈന്റ് മേടിച്ചു തരാം. ഞാൻ എടുക്കാം. നീ വീഡിയോ എടുക്കണം. അതെ ഇത് ലോക്കാണ്. ലോക്ക് അടിക്കണം. ഓഹോ അതിനി അഴിക്കാൻ അറിയാമോ എന്തോ? പുതിയ ഫോണാണ് ഇന്നലെ മാറ്റം. അല്ല ഇന്നലെ വരെ ഈ ഫോണും കൊണ്ടാണ് നടന്നത്. അയ്യോ ഇതെന്തോന്നാ ഞങ്ങളെ വീടിന്റെ അപ്പുറത്തെ സുധാമണി ചേച്ചിയുടെ തലേ പോലും ഇല്ലല്ലോ ഇത്ര റബ്ബർ. മൊബൈൽ കടയല്ലേ? ഇത് കായൽ മച്ചാനാണ്. ഇന്നലെ ഞാൻ ഒരു പുതിയ ഫോൺ മേടിച്ച രഘുവില്ലേ? അതെ നമ്മളെ ഈ പുതിയ മൊബൈലിന്റെ ഈ പാസ്വേഡ് അടിക്കുമ്പോഴേ ഞാൻ അടിക്കുന്ന അക്കമല്ല കാണുന്ന, നക്ഷത്രങ്ങളാണ് വരുന്നത്. ഈ നക്ഷത്രം പറഞ്ഞ എന്താണെന്നറിയാമോ? ഇല്ല നിന്റെ ലോക്ക് അടുത്ത് നിൽക്കുന്നവർ കാണാതിരിക്കാൻ വേണ്ടിയാണ് ആ നക്ഷത്രം പറഞ്ഞത്. ഓ അതിനായിരുന്നോ? ഇത് ഇന്നലെ പറഞ്ഞു വിടണ്ട എന്നോട്. ഒരു മിനിറ്റ് ശരി, അങ്ങോട്ട് മാറി നിൽക്കാം. നിങ്ങൾ എന്നോട് ഹലോ ഹലോ പറ്റിക്കരുത് കേട്ടോ. ഇപ്പൊ എന്റെ അടുത്ത ആളൊന്നുമില്ല, ഇപ്പോഴും അങ്ങനെ നക്ഷത്രം വന്നോണ്ടിരിക്കാണ്. അണ്ണാ അത് പാസ്വേഡ് ഞെക്കണമെണ്ണ, അങ്ങനെ വരുവുള്ളൂ അത്. ഈ ഫോൺ കാരണം ഇപ്പൊ ഞാൻ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കാണല്ലോ. ഓണായി ഓണായി ഏത് ഓണായി. ആ ഓണായല്ലോ. വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തു തരാം. ഒരു വീഡിയോ എടുക്കാം. അണ്ണാ ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ തുടങ്ങിക്കോണേ. ഓക്കെ റെഡി? ചേച്ചിയുടെ പോയില്ലേ ആക്ഷൻ ആക്ഷൻ. അണ്ണാ ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ അണ്ണൻ പറഞ്ഞാൽ മതി. ഞാൻ പറയണം. ആക്ഷൻ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വ്ളാത്താങ്കര കായലിന്റെ തീരത്താണ്. ഇന്ന് കായൽ മത്സ്യങ്ങളെ എങ്ങനെ പിടിക്കാം, വളരെ രസകരമായി എങ്ങനെ പിടിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇടുന്നത്. പോകാം വീഡിയോയിലേക്ക്. എന്റെ അടുക്കളയുടെ വീഡിയോ മതിയായിരുന്നു. നീ എന്താണ് ഞാൻ ഇടയ്ക്ക് കയറിയത്? നീ ഇപ്പൊ ഈ വീഡിയോയുടെ ഇടയ്ക്ക് എന്തിനാണ് കയറിയെന്ന് ഞാൻ ചോദിച്ചത്. നിനക്ക് ബുദ്ധിയുണ്ടോ? വിവരം വേണ്ടേ? മനുഷ്യനായ ഒരു ആൾ എപ്പോഴെങ്കിലും വിവരം വേണ്ടേ? ഞാൻ പോണടാ. ചേച്ചി പോവല്ലേ പോവല്ലേ പോവല്ലേ, അവിടെ നില്ല്. എടാ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തോന്നിയ സമയത്ത് മുഴുവൻ ഇങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്യും. അയ്യേ ഇതൊക്കെ എന്തിനാ എന്റെ അടുത്ത് പറയുന്നത്? നീ കേൾക്കണോടാ, നീ കേൾക്കണം. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്യും. എത്ര കാലം എന്ന് വെച്ച് ഇങ്ങനെ ഈ ഇൻസൾട്ട് സഹിച്ച് ഞാൻ ജീവിക്കണത്. ചേച്ചി ഒരു കാര്യം ആലോചിച്ച ചേച്ചി ഭാഗ്യവതിയാ. അണ്ണൻ ചേച്ചിയെ മാത്രമല്ലേ ഇൻസൾട്ട് ചെയ്യുന്നുള്ളൂ. എത്രയോ ഭർത്താക്കന്മാര് ഭാര്യമാരെ ചേച്ചി പുറത്തും ഇൻസൾട്ട് ചെയ്യുന്നു. നീ എന്താടാ ഉദ്ദേശിച്ചത്? ചേച്ചി എന്തോന്ന് ഉദ്ദേശിച്ചത്? ഞാൻ അപമാനിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ അതായിരുന്നാ. തുടങ്ങണം. ആക്ഷൻ. സാധനം എടുക്കണം. ഹലോ ഗൈസ്, നമ്മൾ ചൂണ്ടയിടൽ പരിപാടിയിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ മീനിന് തീറ്റ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീറ്റയാണ്. അതായത് പൈനാപ്പിളിന്റെ എസൻസും മൈദാ മാവൂടെ കുഴച്ചുകൊണ്ടുള്ള ഒരു വെറൈറ്റി തീറ്റയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊരുത്ത് നമ്മൾ കായലിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പൈനാപ്പിളിന്റെ എസൻസിന്റെ മണം അടിച്ചിട്ട് ഈ കായൽ മത്സ്യങ്ങളെല്ലാം കൂടെ ഇരച്ചു കയറി നമ്മുടെ ചൂണ്ടയിലേക്ക് വന്ന് വീഴുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. പിന്നെ ഈ മീൻ കൊത്തി അങ്ങനെ അറിയാൻ പറ്റും? മീൻ കൊത്തി അറിയുന്ന പറഞ്ഞാൽ ഇതിന്റെ അറ്റത്ത് ഞാനൊരു ഇത് വെച്ചിട്ടുണ്ട്, മണി വെച്ചിട്ടുണ്ട്. അപ്പൊ മീൻ പിടിക്കുമ്പോ ഇത് നൂല് വലിയും, അങ്ങനെ ഇത് അറിയാൻ പറ്റും. നല്ല ഐഡിയ അല്ലേ? പക്ഷെ അതായത് ഞാൻ ഒരു കാര്യം പറയാം, വീഡിയോ ഒക്കെ ചെയ്യുമ്പോ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. പിന്നെ ഇത്തിരി ഇംഗ്ലീഷ് ഒക്കെ അങ്ങ് പറയണ. ഇംഗ്ലീഷ് അതിന് വിദ്യാഭ്യാസം വേണ്ടേ? ശരിയാ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു ഘടകം തന്നെയാണ് അണ്ണ. സത്യം പറയാല് എന്റെ പഠിക്കാൻ കാശില്ലാത്തതുകൊണ്ട് എന്റെ പഠിപ്പ് മുടങ്ങിപ്പോയത്. നിനക്ക് കള്ളു കുടിക്കാൻ കാശുണ്ടോ? ഇല്ല. എന്നിട്ട് നീ കള്ളുകൂടി നിർത്തിയായിരുന്നു. അപ്പൊ പഠിക്കാൻ കാശില്ലാത്തതുകൊണ്ടല്ല നിന്റെ ഈ പഠിപ്പ് മുടങ്ങിയത്. നിനക്ക് മടി, പഠിക്കാനുള്ള മടി കൊണ്ടാണ് നിനക്ക് പഠിപ്പ് മുടങ്ങുന്നത്. അത് കാശിന്റെ കാര്യത്തോട്ടോ നീ ഉണ്ടാക്കി വെക്കണ്ട. വന്നിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടയിൽ. ഇതാരാണ് കുടുങ്ങിയിരിക്കുന്നത്? കായൽ മത്സ്യത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. കടൽ മത്സ്യത്തിനേക്കാൾ ഏറ്റവും രുചികരമായ മത്സ്യമാണ്. നമുക്ക് നോക്കാം. 1
2, 3. അണ്ണൻ അങ്ങനെ തന്നെ വേണം അണ്ണ, അങ്ങനെ തന്നെ വേണം. ഞാൻ പിന്നെ നിങ്ങളടുത്ത് പറയാണ് നമുക്ക് അടുക്കളയിലെ പാചക വീഡിയോ എടുക്കാം, ഇത് നിങ്ങൾക്ക് പറ്റണ പണിയല്ല. ചൂണ്ടയില് ഞാൻ ചരട് കിട്ടിയ ശരിയായില്ലെന്ന് തോന്നുന്നു. എടീ ഒന്നിപ്പഴിച്ച മൂന്നൊന്നല്ലേ? നിങ്ങളല്ലേ, നിങ്ങൾ ഭൂലോക പിഴയാ. ഞാനോ? ആ, ഒന്ന് ശ്രമിച്ചു നോക്കാൻ എല്ലാരോടും എന്നെ കുറ്റം പറയാം. ഞാൻ ഒരു കാര്യം പറയാ, ഇത് അവസാനത്തെ തവണയാണ്. ആ, ഈ ശ്രമത്തിലും കൂടി മീന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നീ ഓർത്തു വെച്ചോണം, എഴുതി വെച്ചോണം. ഇത്തവണയും കൂടി മീൻ കിട്ടിയില്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡായ രഘു പറയുന്നു ഞാൻ ഈ പണി നിർത്തും. അണ്ണാ എനിക്കൊരു സംശയം അണ്ണാ, എന്താണ് ഈ ഹസ്ബൻഡ് എന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? ഹസ്ബൻഡ് എന്ന് പറയുന്ന വാക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഉണ്ടായിട്ടതല്ല. ആദ്യം ഉണ്ടായത് ഹസ് എന്നാണ്. ബാക്കിയാ? ബാക്കി നമ്മള് ഈ ഭർത്താക്കന്മാരെ ഈ കാര്യം സാധിക്കാൻ വേണ്ടി ഇവരുടെ മുമ്പിൽ പോയി ഇങ്ങനെ കുനിഞ്ഞ് ഒച്ചാനിച്ച് എന്ന് നമ്മുടെ നട്ടല് വളയത്തില്ലേ, അങ്ങനെ നട്ടല് ബെൻഡായിട്ടാണ് ഹസ്ബൻഡ്. ആദ്യം ഹസേ ഉള്ളായിരുന്നു. ബുദ്ധിയേട്ടാ. വന്നു വന്നു പോകാം വീഡിയോയിലേക്ക്, നമുക്ക് നോക്കാം. ഉല്ല് കുറെ നേരമായി മനുഷ്യനെ പറ്റിക്കാൻ നോക്കുന്നു. ഒരു ചാക്ക് മൈദ തീർന്നു. ആ മൈദ ഉണ്ടായിരുന്ന 10 തട്ടുകടയിൽ പൊറോട്ട കൊണ്ട് വിറ്റു കാശുണ്ടാക്കാറുണ്ട്. ഓ, കായൽ മത്സ്യം അതിലത്തെ കായൽ മത്സ്യം, കടൽ മത്സ്യത്തിനേക്കാൾ കേമൻ, രുചികേമൻ. അതങ്ങ് പൂഞ്ഞാറ്റി പോയി പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഓ, വലിയ രുചികരമായ മത്സ്യം. കടൽ മത്സ്യത്തിന്റെ 7 അയലത്ത് വരത്തില്ല, വാലക്കെട്ടാൻ കൊള്ളത്തില്ല കായൽ മത്സ്യം. അറിയോ? നീയൊക്കെ ഉണ്ടല്ലോ ഇവിടെ കിടന്ന്, നീയൊക്കെ ഇവിടുത്തെ മൂത്ത് നരകിച്ച് ഉള്ളും വളർന്ന് ചെകളയും വീർത്ത് ഇവിടെ കിടന്ന് അലഞ്ഞ ആ കല്ലേം തട്ടി ഈ കല്ലേം തട്ടി ആരും പിടിക്കാനില്ല. നീയൊക്കെ കിടന്ന് ഇവിടെ നശിച്ചു മുടിഞ്ഞ പോത്തുള്ളൂ നീ. ചേട്ടാ ഇനിയിപ്പൊ എന്തോ ചെയ്യാ, ആകെ നാണക്കേടോ. അപ്പഴേ പറഞ്ഞതാ നിങ്ങൾക്ക്. നമുക്കൊരു വേറൊരു വഴി ചെയ്താലോ? എന്തുവാ? നീ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ അടുക്കളയിലെ വ്ലോഗ് ചെയ്യാൻ. എവിടെ? അടുക്കളയിലെ പാചകോ? എന്തോ എടുത്തു വെച്ച് പാചകം ചെയ്യും, കയ്യിലാണെങ്കിൽ 10ന്റെ പൈസയും ഇല്ല. അതിനൊക്കെ വഴിയുണ്ട്, നീ വീഡിയോ ഇട. ഹലോ ഗൈസ്, അടുക്കള മച്ചാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ വിഭവമാണ് പൈനാപ്പിൾ എസൻസും മൈദയും കുഴച്ചുകൊണ്ടുള്ള ഒരു ദോശ. പാവളൊന്നും നിൽക്കാതെ ദോശക്കല്ലെടുത്ത് അടുപ്പ കെട്ടി. ബെസ്റ്റ്. പോകാം വീഡിയോയിലേക്ക്. എന്നതാ എത്ര സമയമായിട്ട് പിടിക്കുന്നു? ഹലോ, കൊറേ നേരമായി ഇവിടെ ഇരിക്കുന്നു. ഈ മനുഷ്യൻ കൂളിംഗ് ഗ്ലാസും കൊണ്ട് ഇവിടെ നിൽക്കുവാണ്. എന്താ സംഭവം ഒന്നെങ്കിൽ പറ. ഇതാരാന്ന് അറിഞ്ഞൂടെ? ഇതാര്? സുരേഷ് റൈന കേരളത്തിലൊന്നും അറിഞ്ഞു. അതാണ് മഞ്ഞ കളർ ഡ്രസ് ഇട്ട് പോകുന്നത്. സോറി ബ്രോ, എനിക്ക് പുരിയില്ല എന്നത് ഇവിടെ നടക്കുന്നതെന്ന്. நீங்க ஒண்ணுமே பேசல இதுவரை. என்னடா ഇവിടെ നടക്ക சொல்லுங்கோ. അവങ്ങൾക്ക് എല്ലാമേ പുരിയോ. ആനാ നമ്മ പേசி വന്നதுக்கு നീ அப்புறம் പറയുന്നത് എനിക്ക് തെരിയില്ല, മലയാളത്തിൽ പറ. நம்ம பேசி வந்ததுக்கு அப்புறம் அவங்கள பேசாம வெயிட் பண்ணி இருக்கேன். മലയാളത്തിൽ പറ. ചേട്ടാ ഇത് എലീന സോറി ഡേ. പെട്ടെന്ന് നയൻതാരാന്ന് വിചാരിച്ചോ? ചളി number 1. ഓക്കെ സർ, നീങ്ക ചെയ്യുങ്കോ. Yeah, so actually I'm a mentalist. So today I'm going to show my special effect. Okay. So I made only for this show. Hey. Oh, okay. Yeah, He specially is for this just show. like mental. You mental is for mental. This is He is the king of free mental. Hey, mental. main mental. I have one suggestion. ഒരു സെക്കൻഡ് നിങ്ങൾ മിണ്ടായിരുന്നാൽ ഇവരെല്ലാരും ചലിക്കാൻ തുടങ്ങും. So don't stop, keep talking. Sure. ഷാഹുൽ ബേക്കർ എന്നാണ് നമ്മുടെ ഈ ഒരു പേഴ്സണാലിറ്റിയുടെ പേര്. Breaker, not a baker. It's a Yeah, it's a breaker. breaker. B-R-E-A-K. ഇവളാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് ഷാഹുൽ ബേക്കറിയിലൊന്ന്. ശരി പ്രേക്ഷകരെ, ഷാഹുൽ ബ്രേക്കർ ആണ് ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒരു മെന്റലിസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റയിൽ പുള്ളിക്കാരന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഒരു സ്ട്രീറ്റിൽ പോയിട്ട് ഒരാണുങ്ങളെ വീഡിയോ വെറുതെ വിടരുത് കേട്ടോ. He is modern mentalist. ഒരു റാൻഡം ആയിട്ട് ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് ഒരു നമ്പർ ആലോചിക്കാൻ പറയുമ്പോൾ ഹിൽ ടക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്പർ പറയുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു ടെക്കി മെന്റലിസ്റ്റ്, ഇഫ് ഐ എം നോട്ട് റോങ്. Modern mentalist.
ഞാൻ പഠിച്ചിരിക്കேன் உங்களை பற்றி நான் வந்து சின்ன மெண்டலிஸ்ட்ங்க ഇത് പഠിച്ചതാ, ചാനൽ എഴുതി കൊടുത്തതല്ലേ? ബൈ ഹാർട്ട് നോ. Usually I create a magic. Okay. Usually I create a magic. Okay. So I release a lot of books, magic books for many famous magicians all around the world. And today I'm performing my special effect I only made for this particular show. So you have never performed this anywhere else, but this is the first time you're This is doing the first time I'm doing here. ഓക്കെ, നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു പെർഫോമൻസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വേറെ ഒരിടത്തും പുള്ളിക്കാരൻ ഇത് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ആ പെർഫോമൻസിലേക്ക് കടക്കാം. യെസ്, യു കൻ ഡു ഇറ്റ്. Yeah. So now, I have a prediction. Okay. Okay. So I need to do some prediction, but I need a person now. Okay. So, ma'am, you think of a blank paper in your mind. Okay. So can you give me a phone, please? Open a notes app. അയ്യോ, ഒരു കുടുംബം തകരും. I don't watch history. ഹിസ്റ്ററി ഇല്ലേ, വാട്സ്ആപ്പ് ഗാലറി. Okay. Yeah. Open notes app for me. മിനിമൈസ് Open notes for me. അത് ചെയ്യണം, മിനിമൈസ് ചെയ്തിട്ട് വിട്. ബാക്കിൽ Block ചെയ്താലോ? ആ 2 നമ്പർ ഡിലീറ്റ് ചെയ്ത് തരാം. Yeah, notes. Okay, it's okay, right? Okay, done. So I'm going to predict something. Okay. So, okay. So now it's good. So I'm going to place the phone here. Great. So, ma'am, I have 2 objects here. One is a bell, and the another one is you can see here. It's a balloon. Okay. Okay. So Okay. I have a photography in my phone. You see this? You see this? Oh, Right? okay. It's a kind of a hypnotic image, right? So I'm going to place it back here now for a moment. So can you choose one of them? So you want a bell or you want a balloon? Can you name anything? I'll take bell. Bell. It's good. It is your choice, right? Yeah. But Good you know predict- what? Before everything happens, I predicted something Okay. on the phone. Phone. So you see what is here. So it is nothing, right? It is nothing, right? So you can be very blank spot in your mind. It can be very blank spot in your mind. It is very blank, right? So now change your mind and repeat. Change your mind again. Okay. So this could be like your mind is keep changing something into one by one, right? Like bell and balloon, bell and balloon, bell and balloon. Like, okay. Now freeze one particular object now in your mind. Okay. You got one? Okay. You got one, right? Okay. So now I'm going to type something for you. Okay. So, okay. Okay. So I'm going to show you one more time. Okay. So this time I'm going to show the picture for a few seconds. Okay. Okay. Look here. ടെൻഷൻ അടിക്കാതിരി. ഒന്നും പറ്റൂല, ഫോണൊക്കെ സേഫാണ്. അതിന്റെ Look at here. Look at here. You? Look at the picture. Yeah. Okay. Now I'm going to place the phone there. I'm not going to test my phone. Okay. Your mind is fixed to one object, right? So on the phone, I already predicted something. It is already there. Okay, I'm going to place it here. So can you tell me your opinion? So I thought of balloon now. Now you switched it, right? So you know what? The whole thing was happened before few seconds ago, right? So I made a prediction. Okay, it is exactly, you see here. Balloon, yeah. Very I nice. know you will definitely think of a balloon. But now this is not a main thing. Yeah. Ma'am, you have many friends in your life, right? In your childhood days, you met so many friends. You crossed many friends, right? So can you think of one of best friend in your life? அவங்க நேம் நீங்க எந்த சோஷியல் மீடியாலயும் சொல்லாத ஒரு பர்சன் இருப்பாங்கல்ல. You have something, right? So can you do one thing? Can you just type the name and show it to everyone? But don't read it louder, okay? So அந்த நேமை நீங்க டைப் பண்ணிட்டு you can show to everyone. Okay. நீங்க எல்லாரும் அந்த நேமை பார்த்து ஞாபகம் வச்சுக்கோங்க. But don't read it louder. Yeah. Okay? So you need to remember that. Okay. Okay? You got it? Okay? കണ്ടല്ലോ അല്ലേ, പ്രേക്ഷകർ കൂടെ വേണ്ടി ഒന്ന്. Yeah, it's okay, right? Okay. It's good, right? So can you delete the name? പേസ് അടിച്ച് ബാക്ക് അടിച്ചോ. அந்த நேம் இல்ல அந்த நேமை delete பண்ணா போதும். Yeah, just delete the name. Delete.
delete that name and leave the notes blank. Blank இருக்க அந்த நோட் அப்படியே இங்க போன் வச்சிருங்க. Okay, like this. Ma'am, I have a person to help me from here. இன்னைக்கு நான் ஒரு பர்சனை வந்து ஹெல்ப் கூட்டு வந்திருக்கேன். So do you know who? No. No, right? No. I have a spirit. Spirit. Okay. So we are going to ask help to that spirit. Okay. So first நான் இன்னைக்கு எப்படி அவங்க கூட கான்டாக்ட் பண்றேன்னு பாருங்க. நீங்களும் எங்க கூட சேர்ந்து அவங்க கூட ஹெல்ப் கேட்க போறீங்க. சரி. ஓஜோ பாடு மாதிரியா? Yeah. Okay. Okay. சரி. Okay. So look at me. எல்லாரும் சேர்ந்து இங்க யாராவது கோஸ்ட் இருக்கீங்களான்னு சவுண்டா கேளுங்க. Just say in your language. Ghost உண்டோ? ஏதாவது கோஸ்ட் இருக்கா? வேற ghost யா? Not like that. Not like that. Not like that. Not like that. எங்க பூச்சாண்டி இருக்க. Okay. So can you repeat my word? Yeah, we'll do it. Okay. Spirit, are you here? Spirit, are you here? നീ ചോദിക്കണ്ട, രണ്ടാമത്തേനെ ചോദിച്ചേ. Okay. Okay. Can you look at the phone? You see that? You see that? You see that? But wait. We want to confirm it. Yeah. Maybe that spirit could help us. அதை help பண்ணுமா இல்லையான்னு நம்ம கேட்டுக்கலாம்ல. Spirit, can you help us? Say again. Spirit, can you help us? Okay. Wait. நீங்க என்ன கேட்கணும்னா ഞാനെങ്ങനെ ഈ ഫോൺ കൊണ്ട് വീട്ടിൽ പോകും? நான் திங்க் பண்றது உங்களுக்கு தெரியுமா? സ്പിരിറ്റ്, നിങ്ങൾക്കറിയോ ഞാൻ എന്താണ് ആലോചിക്കുന്നത്? I know what you are thinking. പോയി. Oh my God. എനിക്ക് പോവണ്ട. എനിക്ക് അതല്ല പ്രശ്നം. ഇന്ന് രാത്രി രാഹുലിന്റെ കൂടെ ഈ പ്രേതത്തിന്റെ കൂടെയാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. Okay. Okay, wait. You want to... ചെന്നൈയിലിരുന്ന് சொல்லுங்க. ഇത് അന്ന് ബാലച്ചേട്ടൻ കൊണ്ട് വിട്ടിട്ട് പോയ പുള്ളിയാണോ? Okay, wait. நம்ம வந்து அந்த ஸ்பிரிட் கிட்ட ஒரு ஹெல்ப் கேட்கணும். அந்த ஸ்பிரிட் மேபி ஹெல்ப் பண்ணலாம், இல்லாமையும் போலாம். நீங்க திங்க் பண்ணீங்கல்ல, அது மேபி அந்த ஸ்பிரிட்டுக்கு தெரிஞ்சிருந்துச்சுன்னா நம்ம கேட்டா அது சொல்ல வாய்ப்பு இருக்கு. இதெல்லாம் உங்க மைண்ட்ல இருக்குல்ல. ஐ நெவர் சீன் தட். உங்க எல்லாத்துக்குமே தெரியும் அவங்க என்ன திங்க் பண்ணாங்கன்னு. ரைட்? ஐ நெவர் நோ தட். Yeah, the name. Spirit, can you help me to find out the name? Can you say that? Can you hear that? Can you hear? No. What? No. Can you hear something? No. Wait. Look here. Spirit, can you type us? Look up and look down. Oh my God! This is what you think, right? ഷെറീന. അല്ല പേരില്ലല്ലോ, ഇത് ടൈപ്പ് ചെയ്യുന്ന ஆனா wait. இன்னைக்கு ஒரு சின்ன எக்ஸ்ட்ரா ஸ்டெப்பும் பண்ணலாம்னு இருக்கேன். நான் இதை எப்பவுமே பண்ண மாட்டேன். மேம், கேன் யூ delete the name please? അതൊക്കെ Okay, run. കൈ വേറെ മറ്റേ പുള്ളിയുടെ വിരലിന്റെ മുകളിൽ Okay, wait. So இது ரொம்ப முக்கியம். நீங்க எல்லாரும் நல்லா கவனிங்க. இன்னைக்கு நம்ம அந்த ஸ்பிரிட்டோட பேர் என்னன்னு கேட்க போறோம். Okay, can you ask the spirit name? സ്പിരിറ്റ്, നിങ്ങളുടെ പേരെന്താ? നാരായണൻകുട്ടിയോ? നാരായണൻകുട്ടിയോ? എന്താ
ചേച്ചി ഇതായി പെട്ടെന്ന് മേടിച്ചോ? അല്ല Okay. കുഴപ്പമില്ല. എന്തിട്ട് Sorry. ഒരു ടിഷ്യൂ തരുമോ? ഓ ചേട്ടാ, ചേച്ചിയുടെ അച്ഛനാണ്. ചേച്ചിയുടെ അച്ഛനാണ്. Ma'am, I'm so sorry about that. ആണ്. You want some water? ഓക്കെ ചേച്ചി. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. വി വർ ഓൾസോ ലൈക്ക് മോസ്റ്റ്ലി വാണ്ടഡ് ടു നോ ഹൂ ഇറ്റ് ഇസ്. പക്ഷെ പേര് എഴുതി കാണിച്ചപ്പം ശ്വേത ചേച്ചി പെട്ടെന്ന് ഇമോഷണൽ ആയപ്പോഴാണ് ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായത്. ആൻഡ് ഹൗ ക്ലോസ് ഷീ ഈസ് ടു ഹർ ഫാദർ എന്നുള്ളത് വി ഓൾ നോ ദാറ്റ്. അല്ല ശ്വേത ചേച്ചി? പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു പേര് ഇതായിരിക്കും എന്നുള്ളത് നമ്മൾ ആരും. So sorry about that. No problem. Carry on. എക്സ്പെക്ട് ചെയ്യാത്തതിന്റെ ഒരു Yeah. So now I can do something very interesting. Okay. So I think you know many comedy actors, right? So நான் இதை வந்து இன்னும் கொஞ்சம் காமெடி ஆக்கணும்னு நினைக்கிறேன் எனக்கு. ஓகே இப்போ ஓகே. ஸோ நீங்கள் வந்து நிறைய காமெடி ஆக்டர்ஸ் எல்லாம் ஃபோட்டோஸில் பார்த்துருப்பீங்க. உங்களுக்கு பிடிச்ச ஒரு காமெடி ஆக்டர் சொல்ல முடியுமா? Well, many, like right now, Innocent Uncle. தட்ஸ் ரைட். பட் நம்ம ஒரு சின்ன விஷயத்த நான் சொல்கிறேன். நீங்கள் வந்து எந்த ஆக்டரோட ஃபோட்டோ நம்ம பார்த்தாலும் காமெடியாக இருக்காது, ரைட்? ஸோ நம்ம ஃபோட்டோஸே ரொம்ப காமெடியாக இருக்கணும்னா நம்ம 80s 70sலாம் வந்து ஆக்டர்ஸ் வந்து அவங்க ரியல் லைஃப்லையும் அப்படி தான் இருப்பாங்க. ஒரு காமெடி ஆக்டர் அவங்க ரியல் லைஃப்லையும் அவங்க காமெடி பண்ணுவாங்க. மேக்கப்பா போட்டு மேக்கப் இல்லை. ஸோ ரியல் லைஃப்பில் அவங்க பார்க்கும்போதே காமெடியாக லுக் அப்படி இருக்கும். ஸோ நான் ஒரு ஆக்டரோட ஃபோட்டோ, ஸோ ஐ சீன் இட் இந்த வெப்சைட். ஓகே. Shall I open it? உங்க phone எடுத்துக்கலாம்? Yeah, I can open the Google Chrome Safari maybe. இந்த டைப் ചെയ്യണ്ട. Yeah, I can show you. So அந்த ஆக்டரோட நேம் வந்து பாத்தீங்கன்னா பென் டர்பின். ஸோ நான் உங்களுக்கு காமிக்கிறேன். யா, now it's open. ஸோ ஹியர் இவங்க தான் அந்த ஆக்டர் நான் சொன்னேன். ஸோ இவங்க ரொம்ப ஓல்டு ஆக்டர். இவங்க பாடியே வந்து ரொம்ப இருக்கிறனால அந்த காலத்துலலாம் இந்த ஆக்டர் நான் ஃபோட்டோ ஓப்பன் பண்ணி காமிக்கிறேன். இட்ஸ் ஓப்பன் சி. யா, ஸோ இந்த பர்சன் தான். ஸோ இவங்க வந்து பார்த்திங்கன்னா அவங்க மெடிக்கல் ப்ராப்ளம் இருக்கவங்க. ஸோ அவங்க வந்து பார்த்திங்கன்னா அந்த டைமில் அவங்க வந்து மெடிக்கல் அந்த ஃபெசிலிட்டிலாம் இல்லாதனால சரி பண்ண முடியல. ஓகே. பட் யூ நோ வாட், I am a physiotherapist. Just kidding. You're going. But now நான் இன்னைக்கு എനിക്ക് മനസ്സിലായി നോക്കട്ടെ അതെന്നാണെന്നുള്ളത്. ഓക്കെ. സോ ഇവங்க കണ്ണ ഞാൻ வந்து ഇപ്പൊ സരി பண்ண പോறேன். ഒരു സെക്കൻഡ്, ഞാൻ മലയാളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടി, അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇത് കുറെ വർഷങ്ങൾക്ക് ബാക്കിലുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പം ഫേസ് കാണുമ്പോൾ നമുക്ക് കോമഡി തോന്നും. ഫേസ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റിയിട്ടില്ല ആ കാലത്ത്, ഇതിന് പറ്റിയ ഡോക്ടേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഈ കാണുന്ന ഒരു മുഖത്തിൽ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക, ഒരു സംഭവം കാണിക്കാൻ പോവുകയാണ്. അതെന്താന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ஸோ இந்த பர்சனோட கண்ணை சரி பண்ணணும்னா மேபி நம்ம வந்து அவங்க ஹெட்ல தான் ஏதாவது ட்ரீட்மெண்ட் பண்ணுவோம் இல்லையா? ஸோ நான் இன்னைக்கு அவங்க ஹெட்ல ட்ரீட்மெண்ட் பண்ண போறேன் இப்பவே. ஃபார் எக்ஸாம்பிள் லுக் ஹியர். ഫോട്ടോ ഇല്ല. Yeah, look here. My hand is here, right? Yeah. So if I tap the head, it will come back. Yeah. Look here. My hand is here, right? Yeah. So if I tap the head, it will come back. Okay. Now look carefully. So the image, the eyes is normal, right? But now I can also make them back. അതായത് ഗൂഗിളിൽ കാണുന്ന ഒരു ഫോട്ടോയാണ് അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. കണ്ണ് ചെറിയൊരു പ്രശ്നമാണ്. ഇതാണ് ആക്ച്വൽ പിക്ചർ. കൈകൊണ്ട് ഫോണിൽ തട്ടുമ്പം ഒരു പട്ടി കൂടെ കാണിക്കും. நான் இப்போ கொஞ்சம் டிஃபரெண்ட் இருக்கேன். லுக் ஹியர். இவங்க கழுத்து பாத்தீங்கன்னா ரொம்ப பெருசா இருக்கு பாத்தீங்களா? சோ நம்ம எல்லாத்துக்கும் தெரியும் கழுத்து ரொம்ப பெருசா இருக்கவங்க எல்லாரும் வந்து ரொம்ப வைடா திறப்பாங்க. ஃபார் எக்ஸாம்பிள் நான் இங்க தலை ஓபன் பண்ணா வாய் ஓபன் ஆகும்.
ഇതെന്താ സംഭവം? അയ്യോ. And now look here. Now if give it close ആയിരുന്നു. So if you want, you can try it. But yeah, you try it. ഇത് ശ്രീവിദ്യയുടെ ഫോണിലാണ് നമ്മൾ ഇത് You want, ചെയ്യുന്നത്. you can try it. സെയിം ഫോട്ടോ Yeah. തട്ട് കൊടുക്കുന്ന ശ്രീവിദ്യ. And I want to make sure. Are you a physiotherapist? No. But then you can't able to do that. No. അയ്യോ. ഓഫല്ലേ. സൈഡ് I think நீங்க phone break ஆயிரும் நினைக்கிறேன். ഫോൺ അടിച്ചു പൊട്ടിക്കല്ലേ. Okay, so இன்னைக்கு நான் இன்னொரும் ட்ரை பண்ண போறேன். So இது என்னோட ஃபேவரட். അയ്യോ അത് കിടിലായിരുന്നു കേട്ടോ. ആദ്യം അതിനൊരു കൈയ്യടി ഇരിക്കട്ടെ. സൂപ്പർ സൂപ്പർ. ഷോക്കില് കൈയടിക്കും. നെക്സ്റ്റ്. So this is my favorite one, okay? So நான் இன்னைக்கு ரியாலிட்டிக்கும் illusionக்கும் இருக்கிற ஒரு சின்ன டிஃபரன்ஸை காமிக்க போறேன். ഓക്കെ. Okay? So ma'am, can you give me a number, single digit number? സിംഗിൾ ഡിജിറ്റ് അല്ല ചെറിയ നമ്പറും കൊടുക്കും. 9. So ma'am, உங்க நம்பர் ஒரு single digit 3. Okay? So ma'am நீங்க 2. You 6. Okay? So for example, இந்த நம்பர் இங்க இல்லாட்டி இது ஒரு illusion தானே? Right? For example, அந்த நம்பர் நான் எடுத்துட்டேன் அப்படின்னா இந்த ஃபோன் இருக்குல்ல, it will be illusion. You see? It is completely an illusion. But don't blink your eyes for 30 seconds. Okay? Don't blink. 30 seconds. Don't blink your eyes. Okay? So look here. Now the numbers are in my hand. அதனால தான் இது வந்து illusion-ஆ மாறுச்சு. இந்த நம்பர் திருப்பி நான் போட்டேன்னா இது பழையபடியும் ரியாலிட்டிக்கு வந்துடும்ல. For example, if I put the number back, the number will be reality and I can also type that. But நான் இன்னைக்கு ஏன் கண்ணை மூட வேண்டாம்னு சொன்னேன்னா இதுக்கு ஒரு ரீசன் இருக்கு. But don't blink right now. Look here. I'm going to make something like இந்த calculator நான் வந்து கன்ஃபியூஸ் பண்ண போறேன். ஃபார் எக்ஸாம்பிள் நான் இங்கே ப்ளஸ் மைனஸ் இன்டூ டிவைடுன்னு போட்டு பெரிய நம்பரை டைப் பண்ணேன்னா மேபி இது ஒரு எரர் காமிக்கும்ல, பிகாஸ் இட் இஸ் டூ மச் டு ஹேண்டில் ஃப்ரம் கால்குலேட்டர், ரைட்? ஸோ லுக் ஹியர், நீங்கள் இந்த ஹோல் டைமும் பார்த்துட்டு இருக்கீங்க. இங்கே நீங்கள் பார்த்துட்டு இருக்கிற எல்லாமே illusion. நோ Reality. நோ, போத் ஆர் சேம். லுக் ஹியர், இது ஜூம் ஆகுதுன்னா இது கால்குலேட்டரே கிடையாது. பிகாஸ் யூ see here, it is my post. I posted it on the Facebook. You see? No. It is my Facebook post. അല്ല. Yeah. അല്ല. Really? It is my Facebook post. കാൽക്കുലേറ്റർ ആയിരുന്നോ? അത് കാൽക്കുലേറ്റർ ഞാൻ കണ്ണടക്കേണ്ടിരുന്നതാ. You see here, நான் வந்து இத ரொம்ப நாளைக்கு முன்னாடி போஸ்ட் பண்ணேன் என்னோட Facebook போஸ்ட்ல. இது photo, not a video. See, you can't able to type anything. അല്ല. And one more thing, can you open your calculator for me? Open the calculator for me. കരഞ്ഞില്ല, കണ്ണ് തുറന്നു വെച്ചതാ എന്റെ അടുത്ത് അടക്കില്ലെന്ന് പറഞ്ഞിട്ട്. Yeah, calculator for me. ഞാൻ കണ്ണടക്കേണ്ടി നോക്കിയിരുന്നതാ പൊട്ടിക്കാൻ വേണ്ടി. Yeah. So நான் இங்க அதே மாதிரி ஆக்சுவல் கால்க் ஓபன் பண்ணிக்கிறேன். Okay? വണ്ടർ അടിച്ച് മരിക്കും. Yeah. Open பண்ணிக்கிறேன் and I can place it here. Okay? Like this. Too much to Like handle. this. Okay, done. மேம் உங்க மைண்ட்ல தோணக்கூடிய ஒரு சிங்கிள் டிஜிட் நம்பர், ஜஸ்ட் டெல் மீ a number. 5ங்கிற நம்பர் ஒரு 3 டைம் இல்ல 4 டைம், yeah, 4 times maybe. Okay, done. Look here, I'm going to take this number from your phone and here, look here, I'm going to throw it from here and it will drop. Oh. And wait. I can give you, okay? So இது நம்ம பக்கத்துல இருந்து எடுத்து இத பக்கத்துல வச்சிட்டோம்னா, see, it is cute, right? Can you show me a finger like this? Finger like this. I can take one number from here and put it here. You can see it, right? So நான் மோஸ்ட்லி இது ஆடியன்ஸ்க்கு கொடுக்க மாட்டேன், ஏன்னா அவங்க வந்து மிஸ்டேக் பண்ணிடுவாங்க. See? You know what? இந்த நம்பர் கீழே போகாது. But if you do this, it will go down. See? But this time I'm going to do something very interesting. Okay? So நம்ம எல்லாருக்கும் தெரியும் ஐபோன் இந்த வேர்ல்ட்லயே ரொம்ப செக்யூரான ஃபோன், சேஃபஸ்ட் ஃபோன் அப்படி சொல்லுவாங்க இல்லையா? Look here. நான் இன்னைக்கு இந்த நம்பர்லாம் அங்க போடணும்னா we know iPhone has a good firewall, right? Yeah, so if I do it, it won't go. So because it has a firewall, right? Yeah. Just kidding. So இது போகலல்ல bro, you just நீங்க உங்க வீட்ல பீரோ தள்ளிருக்கீங்களா? Did you push it in your life? എപ്പോഴെങ്കിലും പുഷ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. Yeah, okay. So you're going to act like you're going to push a bureau right now, okay? So can you act like that? കബോർഡ് Look at the phone and act like you're pushing. Yeah, look at the phone.
Look at the phone. തള്ളി മറിച്ചിട്ട്. തള്ളാനേ പറ്റൂ, തിരിച്ചു വലിക്കാൻ പറ്റില്ല. Okay, for the change, okay, I'm going to use no, for the change, I'm going to use this phone. Okay, this phone. It's your phone, right? Yeah. So I'm going to type some numbers. Okay, so for example, இந்த நம்பர் நான் அங்க போகணும்னா, for example, இங்க நேரா வச்சு if I do it like this, it will go there. on Yeah, and wait a second. Now this time நம்ம இந்த phoneல maybe flight mode போட்டுறலாம். இங்க எல்லாத்தையும் ஆஃப் பண்ணிடலாம். There is no connection between this phone and this phone. If I click the cancel button, it will cancel that one too. I am trapped, ചേച്ചി. I am trapped. Thank you so much. ഇതില് ചെയ്തരാൻ ഇതിലെന്തൊക്കെയാ വേറെ ഒന്നും, നിന്റെ ഫോണിലുള്ള എല്ലാ അദ്ദേഹത്തിന്റെ Thank you. കയ്യിലെത്തി. പക്ഷെ മൂന്നാം തീയതി അദ്ദേഹം കരയും ലോൺ അടയ്ക്കുമ്പോ. Thank you. Sorry about that. പറഞ്ഞാല് Thank you. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെക്നോളജിക്കലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെയ്തത്. സ്പെഷ്യലി ഓരോ സാധനം ആ സ്പിരിറ്റിന്റെ ഒക്കെ സാധനം വാസ് ലൈക്ക് ടോട്ടലി ഇൻസേൻ. എന്താ ഞാൻ ആദ്യം ചേച്ചിയിലേക്ക് ഐ നോ ഇറ്റ്സ് ടു ഇമോഷണൽ തിങ്, ബട്ട് ദെൻ അങ്ങനത്തെ ഒരു ഫീലിംഗ് ചിലർ ചിലപ്പോൾ പറയും നമ്മൾ വെറുതെ ചെയ്തതാണ്, അല്ലെങ്കിൽ എക്സ്പെക്ടേ ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഇവിടെ നടന്നത്. വാട്ട് യു വാണ്ട് ടു സേ അബൌട്ട് ദാറ്റ് ചേച്ചി പ്ലീസ്? അല്ല, ഞാൻ ജീവിതത്തിൽ ഒബ്വിയസ്ലി വന്ന പേര് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പേരായിരുന്നു. അത് എനിക്ക് ഞാൻ ഭയങ്കര ഷോക്കായി പോയി. ഇറ്റ്സ് വെരി ഇമോഷണൽ ടോപ്പിക് ഫോർ മീ. യു നോ, ഫോർ മീ Achan is very important, and when he said that's even if it's like illusion, I don't mind. പക്ഷെ എന്നെ സംബന്ധിച്ച് അച്ഛൻ്റെ പേര് വന്നത് അത് എനിക്ക് ഭയങ്കര ഹെവി ആയിപ്പോയി, and I didn't expect that. So yeah, if genuinely he's here, I love you, Achan. That's all. So cute. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു എപ്പിസോഡിൽ തീരേണ്ടതല്ല. വി നീഡ് യു അഗെയിൻ ബ്രോ, യു ഹാവ് ടു കം. കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയാം. വി റിയലി ഹാപ്പി. നമ്മുടെ സൈഡിൽ നിന്ന് ഇല്യൂഷൻ മാതിരി ഒരു സാധനം ഇപ്പൊ വരെ. കണ്ണടച്ചോ, കസ്തൂരി കണ്ണടക്കേ. നേറ്റീവ് പ്ലേസ് From എവിടെയാണ്? Coimbatore. കോയമ്പത്തൂർ. Yeah. പ്രിയ പ്രേക്ഷകരെ, ഇവിടെ ഒരു കിഡിലെ മെന്റലിസം, ടെക്കി മെന്റലിസം എനിക്ക് പറയാം അല്ലെ. ടെക്കി മെന്റലിസം ആയിരുന്നു, ഒരു മോഡേൺ മെന്റലിസം ആയിരുന്നു ഇവിടെ നടന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ മാജിക്ക് കാണിച്ച ഒരു സാധനം തരാൻ പോണു. ലണ്ടൻ ക്ലാസിക്കിന് ഒരു കിടിലം സമ്മാനം നമ്മൾ എല്ലാവരോടും ചേർന്ന് കൈയടിക്കാൻ പാടുള്ളതാണ്. എല്ലാവരും വരും. ലവ് ഫ്രം കേരള, ലവ് ഫ്രം അമൃത. Thank you so much. Thank you so much. Thank you, Shahul. Thank you so much. Why so serious? Comedy Masters Lini full on fun. നമ്മുടെ എന്താ ഒരു ഫൈനൽ അവാർഡ് സെറമണിയിലേക്ക് കടക്കാൻ പോവുകയാണ്. മികച്ച കൗണ്ടർ ആൻഡ് മികച്ച ചളിയാണ് ഇന്നത്തെ മികച്ച കൗണ്ടർ. അല്ല, അത് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ചിരിച്ചു തുടങ്ങി, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നമ്മളെ ഷോക്കിലേക്ക് കൊണ്ടുപോയി, ഒരു ഇമോഷണൽ ഫീലിംഗിലേക്ക് പോയി. അവിടുന്ന് വീണ്ടും നമ്മൾ ചിരിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈൻഡപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു ഫീൽ ഗുഡ് എപ്പിസോഡ് ആണെങ്കിലും കൗണ്ടേഴ്സും ചളിക്ക് അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നോ? കൗണ്ടേഴ്സ് അത്ര ഇല്ലെങ്കിലും പക്ഷെ അവസാനം ഒരു നല്ല കൗണ്ടർ. അപ്പൊ നമുക്ക് തോന്നി ഫുൾ എപ്പിസോഡിൽ ഒരുപാട് കൗണ്ടർ ഉണ്ടായിരുന്നു. ഒരുപാട് കൗണ്ടർ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക്. ഒരു വലിയ മനുഷ്യൻ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടാസിട്ടുണ്ടല്ലേ. പക്ഷെ അതിൽ ഒന്ന് സെലക്ട് ചെയ്തു. എവറിബഡി നോസ് നമ്മളുടെ ടാറിന്റെ അവാർഡ് ശരിക്കും നോബിചേട്ടനല്ല, മറ്റേ അച്ചായനല്ല. പക്ഷെ മൂപ്പര് അത് എനാക്ട് ചെയ്തത് സൂപ്പർവായിട്ടാണ്. ഏറ്റവും രസം എന്താ അറിയാമോ, ഒട്ടിക്കിടന്നിട്ട് രാവിലെ പള്ളിയിലറിയപ്പോ കാണാം, നമുക്കൊന്നുകൂടെ കാണണം. നമ്മളൊരു ചേട്ടൻ പ്രായമുള്ള ആളാണ്. ആടിച്ച് പിറ്റായി ശനിയാഴ്ച രാത്രി ആൾക്കാരെ റോട്ടിൽ ബഹളം. എല്ലാരും വഴക്ക് പറഞ്ഞിട്ട് ക്ഷീണം കൊണ്ട് ചെന്ന് ഈ ഉരുക്കിയ ടാറിലും കിടന്നു. സ്ട്രീറ്റ് ലൈറ്റും ഇല്ലല്ലോ, ഉരുക്കിയ ടാറിൽ കയറി ഇങ്ങനെ ഇരുന്ന്
8:30 9 മണിയായപ്പോ കണ്ണ് തുറന്ന് എണീക്കാൻ പറ്റില്ല. ഒട്ടിയിരിക്കണ ഞായറാഴ്ച, പിറ്റേന്ന് ഞായറാഴ്ചയാണ് നമ്മള് പള്ളിയിൽ പോയി വെക്കണം. ഗുഡ് മോർണിംഗ്. ആ ഇന്നലെ എന്തായിരുന്നു അതൊക്കെ. ടച്ച് ചെയ്തോ? ഇല്ലടേ. ഞാൻ പ്രാർത്ഥിക്കുന്നു ടാറായിരുന്നെങ്കിലും. എല്ലാ പോയിന്റ് തിരിച്ചെടുക്കാൻ പറ്റുമോ? തിരിച്ചെടുക്കാൻ പറ്റുമോ? പ്ലീസ് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇരുന്നോട്ടെ. ശരി, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മികച്ച ചളി. കുറച്ച് ദിവസമായിട്ട് നമുക്ക് മികച്ച ചളി അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. Yes. പക്ഷെ ഇപ്പൊ മികച്ച ചളി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മികച്ച ചളി. ഞാനൊരു നയൻതാര പോലെ ഇല്ലേ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ. ഓ മൈ ഗോഡ്, കൺഗ്രാറ്റുലേഷൻസ്. നമ്മളെ പ്രേക്ഷകർ ഒന്ന് നോക്കി വരും. അവങ്ങൾക്ക് എല്ലാമേ പുരിയോ. ஆனா நம்ம பேசி வந்ததுக்கு அப்புறம் പറയുന്നത് എനിക്ക് தெரியல. മലയാളത്തിൽ പറ. நம்ம பேசி வந்ததுக்கு அப்புறம் அவங்கள பேசாம வெயிட் பண்ணி இருக்கேன். മലയാളത്തിൽ പറ. ചേട്ടാ ഇത് എലീന സോറി ഡേ. പെട്ടെന്ന് നയൻതാരാന്ന് വിചാരിച്ചോ? കോമ്പറ്റീഷൻ കൂടി വരുന്നു. വെല്ലുവിളികൾ കൂടി വരുന്നു. ഇതേ ഈ വടക്കേക്കരയില് ഈ ചളിയെങ്കിലും വന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ ഇതുവഴി ഒരു മീൻ വണ്ടി പോലും പോണില്ല. അല്ല അഖിലേ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ എനിക്ക് മികച്ച ചളി ഇവിടെ നോബി ചേട്ടന് മികച്ച കൗണ്ടറും ലഭിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഡാൻസ് കളിച്ച് ഇന്ന് മൈൻഡ് അപ്പ് ചെയ്ത് അടുത്ത ദിവസം വന്നാലോ? ഓക്കെ, വൈ സോ സീരിയസ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ഫുൾ ഓൺ ഫൺ. ബൈ ബൈ.